നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണം പ്രമാണിച്ച് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ലോങ് ഹെയർ ഉള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. നമ്മളെ സ്കൂളിലും കോളേജിലും എല്ലായിടത്തും ഇപ്പോൾ സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽ കൊണ്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ 4 ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് അത്യാവശ്യം ടിക് ക്ലിപ്സ് ആവശ്യമായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഭംഗിയായിട്ട് ഹെയർ കിടക്കും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് പഫ് പോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ടിക് ക്ലിപ്പാണ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഹെയറിന് 5 സെക്ഷനായിട്ടാണ് തിരിക്കുന്നത്. നിങ്ങളുടെ ഐഡിയ പരമായിട്ട് എത്ര വേണമെങ്കിലും ചെയ്യാം. അത് ചെറിയ സെക്ഷനാക്കിയോ വലിയ സെക്ഷനാക്കി എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 5 എണ്ണാക്കിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സെക്ഷൻ എടുത്തിട്ട് ഓരോ സെക്ഷനും നല്ലപോലെ പിരിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നല്ലപോലെ ഒന്ന് 2-3 വട്ടം പിരിച്ചു കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ആ ടിക് ക്ലിപ്പ് മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓയിലി ഹെയറിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം എണ്ണ തേച്ച ഹെയർ ആണെങ്കിൽ അത്യാവശ്യം പൊങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നതിനേക്കാൾ പൊന്തി നിൽക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു, അടുത്ത സെക്ഷൻ ഇതുപോലെ തന്നെ ഞാനൊന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പിരിച്ചു കൊടുത്തിട്ട് ടിക് ക്ലിപ്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഷോർട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഹെയർ സ്റ്റൈലിൻ്റെ ലുക്ക് വരുന്നത്. വേണമെങ്കിൽ മുല്ലപ്പൂ ഇല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓണമായ സ്ഥിതിക്ക് ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലല്ലേ ഇതിൻ്റെ പൂർണ്ണത വരത്തുള്ളൂ. അപ്പം ഞാൻ 2 മുഴം പൂവാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനെ 3 ആക്കിയിട്ടൊന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. ഈ പൊന്തി പോലെ നിൽക്കുള്ളൂ. നമ്മൾ പ്ലെയിൻ ആയി വെക്കുന്നേക്കാളും പൊന്തി പോലെ നിൽക്കുന്നത് ഇങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ ഇയർ ടു ഇയർ മേലെ കൂടിയാണ് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിലെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സെക്കൻഡ് ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഹെയർ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട ഹെയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റ് കൂടുതലുള്ളവർ ഇതുപോലെ കട്ട് ചെയ്തിരുന്നാൽ നല്ലതായിരിക്കും. നമ്മൾ നെറ്റ് കുറവ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിൽ നിന്ന് നീണ്ട ഒരു സെക്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ 2 ആക്കിയിട്ട് ബാക്കിലെ സെക്ഷൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ബാക്കിലേത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഹെയർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോ കാണുമ്പോൾ നല്ലപോലെ മനസ്സിലാകും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഒരു ഐഡിയ കിട്ടിയാൽ നല്ലപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് തിന്നായിട്ട് വേണമെങ്കിൽ ചെയ്യാം, തിക്കായിട്ട് ചെയ്യാം. ഞാൻ അത്യാവശ്യം തിക്കായ പോലെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വലിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുള്ള ചെയ്താൽ അത്രയും ഭംഗി കിട്ടത്തുള്ളൂ. ഒട്ടിക്കടന്നാൽ അത്ര ഭംഗി കിട്ടത്തില്ല കേട്ടോ ഹെയർ സ്റ്റൈലിന്. അതുപോലെ അപ്പുറത്തെ സൈഡും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സെക്ഷൻ ആക്കിയിട്ട് ബാക്കിലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത ഹെയർ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചീകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം. മുല്ലപ്പൂ ഇതുപോലെ തന്നെ 2 മുഴം പൂ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ 3 ആക്കിയിട്ട് ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ. എന്നിട്ട് ഇതുപോലെ ഷേപ്പിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഹെയർ കുറവായതുകൊണ്ട് ഇത് അത്ര രസമായിട്ട് തോന്നില്ല. അത്യാവശ്യം നല്ല നീണ്ട ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇത്ര പൂ വെക്കേണ്ട, ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ 3rd ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. പണ്ട് ഈ സെൻറ്റർ പാർട്ടീഷൻ അമ്മമാർ മാത്രമേ കെട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായി വന്നിട്ടുണ്ടല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈലിൻ്റെ സെയിം മോഡലാണ്. അതിൽ സൈഡ് പാർട്ടീഷൻ ആണെന്നുള്ളത്. ഇതിലെന്നാൽ സെൻറ്റർ പാർട്ടീഷനാണ് ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ കറൻലി ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് അതുപോലെ തന്നെ 2 സെക്ഷൻ എടുത്തിട്ട് ബാക്കിലേത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലത്തെ ഹെയർ ഇതുപോലെ ആഡ് ചെയ്ത് അവസാനം വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഫ്രണ്ടിലത്തെ ഹെയർ ഇടാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് നെറ്റ് കുറച്ച് അധികം കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഹെയർ ഇടുന്നത്. കാരണം നല്ല ഭംഗിയായി നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിന്നായിട്ടും തിക്കായിട്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനും ഞാൻ ഇതുപോലെ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ 2 ആക്കിയിട്ടാണ് 3 സെക്ഷൻ ആയിരുന്നല്ലോ ആദ്യമൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിന് ഞാൻ 2 സെക്ഷൻ ആക്കിയിട്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. മുല്ലപ്പൂ പിന്നെ നമ്മളുടെ ഐഡിയക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോരുത്തർ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇതിൻ്റെ താഴേക്ക് നമുക്ക് പിന്നിട്ടിട്ട് അതിനെ ചുറ്റി വേണമെങ്കിൽ ഇടാം. അല്ലാതെയൊക്കെ വേണമെങ്കിലും ഹെയർ സ്റ്റൈൽ കെട്ടാൻ പോകും കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹെയർ സ്റ്റൈലിലേക്കാണ് പോകുന്നത്. ഇതൊരു ബൺ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ ബൺ ഹെയർ സ്റ്റൈൽ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പോൾ ഇതിന് ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സെൻറ്റർ
പാർട്ടീഷന് ഫാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തിട്ട് പുറകിലേക്ക് ചീക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടിക് ക്ലിപ്സ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതൊരു പറ്റിച്ച ഹെയർ സ്റ്റൈലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് 2 സെക്ഷൻ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ബൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ വടാന്ന് അങ്ങനെ എന്തോ ഈ സാധനത്തിന് പറയാമല്ലോ, അങ്ങനത്തെ ഒരു സാധനം വെച്ച് കൊടുത്തിട്ട് മുടി അതിന് ചുറ്റിയിട്ട് ഒരു CD ബണ്ണാണ് മേലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടുള്ള ബാക്കി സെക്ഷൻ ഞാനിങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ ഹെയറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു ടിക് ക്ലിപ്സ് എന്തെങ്കിലും യൂപ്പിൻ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് മുല്ലപ്പൂ ഞാൻ ഇതുപോലെ 3 ലെയർ ആക്കിയിട്ട് ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം താഴ്ന്ന് മേലേക്ക് മാത്രമേ വെച്ച് കൊടുത്തുള്ളൂ. ഫുൾ കവർ ചെയ്തിട്ടില്ല കേട്ടോ. ഫുൾ കവർ ചെയ്യാതെ ഇതുപോലെ താഴ്ന്ന് മേലേക്ക് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. എനിക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഐറ്റം. അപ്പം ഞാൻ ഓണത്തിന് ഇങ്ങനെ കെട്ടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ തന്നെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ 4 ഹെയർ സ്റ്റൈൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഓണം സെലിബ്രേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലായിടത്തും തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.